ഹലോ ഫ്രണ്ട്സ്, തൃശ്ശൂർ ജില്ലയിലെ തൃക്കൂര് പഞ്ചായത്തിലെ 1-ാം വാർഡായ കോനിക്കരയിലെ റോഡിന്റെ അവസ്ഥ കണ്ട നിങ്ങൾ? ഇതുപോലെ നല്ലൊരു റോഡാണ് ഇവർ കുത്തിപ്പൊളിച്ച് നശിപ്പിച്ച് ഇട്ടേക്കുന്നത്. ഞാൻ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയെ കുറ്റം പറയാനോ താഴ്ത്തിക്കെട്ടാനോ അല്ല ഈ വീഡിയോ ചെയ്യുന്നത്. എൻ്റെ ഗതികേട് കൊണ്ടാണ്. എൻ്റെ മാത്രമല്ല, ഇവിടുത്തെ നാട്ടുകാരുടെയും. എനിക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും രാഷ്ട്രീയക്കാരോടും രാഷ്ട്രീയ നേതാക്കളോടും ബഹുമാനം മാത്രമേ ഉള്ളൂ എന്ന് കരുതി ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും അംഗമല്ല. ഞാൻ ഒരു സാധാരണക്കാരനാണ്. ആ സാധാരണക്കാരൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. റോഡ് ടാർ ചെയ്യാൻ പോവുക എന്ന പേരും പറഞ്ഞ് ഇവിടുത്തെ റോഡൊക്കെ കുത്തിപ്പൊളിച്ച് നശിപ്പിച്ചിട്ടിട്ട് ഇപ്പോൾ 1 മാസമായി. ഇപ്പോൾ റോഡ് പണിക്കാരും ഇല്ല, ഉദ്യോഗസ്ഥരും ഇല്ല, മെമ്പറും ഇല്ല, MLA യും ഇല്ല. MLA ഫണ്ടിൽ നിന്നാണ് റോഡ് പണിയാനുള്ള ഫണ്ട് അനുവദിച്ചിട്ടുള്ളത്. മുന്നത്തെ മെമ്പറുടെ ഭരണകാലത്ത് തന്നെയാണ് MLA ഫണ്ട് അനുവദിച്ചിട്ടുള്ളത്. ജെറുസലേമിൻ്റെ സർവീസ് റോഡ് മുതൽ കോനിക്കര നേതാജി വായനശാല വരെ റോഡ് പണിക്കായി MLA ഫണ്ട് അനുവദിച്ചിരുന്നു. അന്നത്തെ മെമ്പറുടെ അനാസ്ഥ കാരണം കൊണ്ട് അന്ന് റോഡ് പണിതില്ല. ജെറുസലേം വരുന്നത് നെന്മണിക്കര പഞ്ചായത്തിലും കോനിക്കര വരുന്നത് തൃക്കൂർ പഞ്ചായത്തിലുമാണ്. നെന്മണിക്കര പഞ്ചായത്തിലെ അന്നത്തെ മെമ്പർക്ക് ഉത്തരവാദിത്വം ഉള്ളതുകൊണ്ട് അവരുടെ റോഡൊക്കെ ടൈലൊക്കെ വിരിച്ച് നവീകരിച്ചു. റോഡ് പണിയുടെ പേരും പറഞ്ഞ് 1 മാസമായി റോഡൊക്കെ കുത്തിപ്പൊളിച്ചിട്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുകയാണ്. വികസനത്തിന് ഞാൻ എതിരല്ല, പക്ഷേ ഇത് ജനങ്ങളെ മുഴുവൻ ബുദ്ധിമുട്ടിച്ചുകൊണ്ടുള്ള വികസനം ആയിപ്പോയി എന്ന് മാത്രം. റോഡ് പണിയാൻ വന്ന ഉദ്യോഗസ്ഥരും പണിക്കാരും ആദ്യം തന്നെ റോഡ് മൊത്തം അങ്ങോട്ട് കുത്തിപ്പൊളിച്ചു. റോഡ് മൊത്തം അങ്ങോട്ട് കുത്തിപ്പൊളിച്ചിട്ടാണ് ഇവർ പൈപ്പ് ലൈൻ ഇടാനുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ഇവിടെ ഈ പൈപ്പ് ലൈൻ്റെ ആവശ്യം ഒന്നുമില്ല. എല്ലാ വീട്ടിലും ഇഷ്ടംപോലെ വെള്ളമാണ്. എത്ര വേനൽക്കാലമാണെങ്കിലും ഇവിടുത്തെ വെള്ളമൊന്നും വറ്റാറില്ല. ഈ വികസനത്തിൻ്റെ ഭാഗമായിട്ടുള്ള പദ്ധതിയാണെങ്കിൽ അതിൽ ആർക്കും ഒരു എതിർപ്പുമില്ല. റോഡ് കുത്തിപ്പൊളിക്കുന്നതിനേക്കാൾ മുന്നേ നിങ്ങൾക്കിത് ചെയ്യാമായിരുന്നു. അങ്ങനെ ചെയ്തെങ്കിൽ ഈ നാട്ടിലെ ജനങ്ങൾക്ക് കുത്തിപ്പൊളിച്ചിട്ട ഈ റോഡിൽ കൂടെ ദുരിതയാത്ര ചെയ്യേണ്ടി വരില്ലായിരുന്നു. ഇതൊക്കെ ഇപ്പോഴത്തെ മെമ്പർക്ക് MLA യോടും റോഡ് പണിയുന്ന ഉദ്യോഗസ്ഥരോടും സംസാരിച്ച് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ റോഡിൻ്റെ വികസനം നടത്താമായിരുന്നു. ഇതിപ്പോൾ വികസനം എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി ജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.